ഈ ഒരു സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും വേഗത്തിൽ നമുക്ക് വാഹനം തിരിക്കാനായിട്ട് കഴിയണം. ശ്രദ്ധ കൃത്യമായിട്ട് ഉണ്ടാകണം. കാരണം വാഹനം ബൈക്കിലേക്ക് എടുക്കുമ്പോൾ ഒരു സൈഡിലും തട്ടാനായിട്ട് പാടില്ല. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ ചെയ്യുന്ന ഒരു വീഡിയോയാണ്. അതായത് നമ്മൾ വാഹനമൊക്കെ ഓടിച്ച് പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനർ ഒരു വീടിൻ്റെ മുന്നിൽ, നമ്മുടെ ഒരു വീടിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ ഒരു ഷോപ്പിൻ്റെ മുന്നിലൊക്കെ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ റിവേഴ്സ് എടുത്ത് വണ്ടി തിരിച്ചു പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരും. കാരണം റിവേഴ്സ് എടുത്ത് ഇറങ്ങുന്ന സാഹചര്യങ്ങളിൽ ചിലപ്പോൾ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പുറകുവശത്തായിട്ട് മറ്റു വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ റിവേഴ്സ് ഇറങ്ങി വരുന്ന സമയത്ത് ബൈക്കിലുള്ള വാഹനത്തെ തട്ടാൻ പാടില്ല. ഇനി അതോടൊപ്പം തന്നെ നമ്മളൊരു വീടിൻ്റെ മുന്നിലാണ് വാഹനം ഇത്തരത്തിൽ പാർക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ വണ്ടി റിവേഴ്സ് എടുത്ത് വരുമ്പോൾ ചിലപ്പോൾ ഗേറ്റ് ഉണ്ടാകും, സൈഡിൽ ചെറിയ മതിലുകളുണ്ടാകും. അവിടെയൊക്കെ തട്ടാതെ വേണം നമുക്ക് വാഹനം റിവേഴ്സ് എടുത്തിറങ്ങി വരാനായിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സന്ദർഭങ്ങളിൽ നമ്മൾ എങ്ങനെ വാഹനം റോഡിലേക്ക് ഇറക്കി തിരിക്കാം, അതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു സാഹചര്യങ്ങളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാഹനം വേഗത്തിൽ തിരിച്ചെടുക്കാനായിട്ട് നമുക്ക് കഴിയണം. അതോടൊപ്പം തന്നെ നമുക്ക് എവിടെയാണ് വാഹനം തിരിച്ചെടുക്കേണ്ടത്, എങ്ങോട്ട് വാഹനം തിരിയണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ നമുക്കുള്ള ഒരു സ്പേസ് എങ്ങനെ കൃത്യമായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതൊക്കെ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാനായിട്ട് ഞാനിതേ എൻ്റെ വീടിൻ്റെ മുന്നിൽ അത്തരത്തിലുള്ള ഒരു സന്ദർഭമുണ്ട്. കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എന്നിട്ട് ഇതൊക്കെ വെച്ചൊന്ന് മനസ്സിലാക്കി ഏകദേശം ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരത്തിൽ കാര്യങ്ങളൊന്ന് കൈകാര്യം ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഒരു വാഹനം വീടിൻ്റെ മുന്നിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഷോപ്പിൻ്റെ മുന്നിൽ നിന്ന് റിവേഴ്സ് എടുത്ത് റോഡിലേക്ക് ഇറങ്ങി തിരിച്ച് വളരെ വേഗത്തിൽ പോകാൻ കഴിയുന്ന. ഇപ്പോൾ തന്നെ നിങ്ങൾ ഇവിടെ നോക്കുക, എൻ്റെ വാഹനം ഇവിടെ പാർക്ക് ചെയ്തേക്കുകയാണ്. ഇവിടുന്ന് എനിക്ക് വണ്ടി നേരെ റിവേഴ്സ് ഇറങ്ങി, അതായത് വാഹനം ഏകദേശം ആ ഒരു ഭാഗത്തേക്ക് പോയതിന് ശേഷം വീണ്ടും മുന്നോട്ട് വന്ന് വേണം എനിക്ക് തിരിച്ചു പോകാൻ. ഇപ്പോൾ ഇവിടെ എനിക്ക് ഇറങ്ങുന്ന സന്ദർഭങ്ങളിലുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഒരു വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടി ഇവിടുന്ന് ഇറങ്ങി വരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ നോക്കുക, ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് വണ്ടിയെ തട്ടാൻ പാടില്ല. അപ്പോൾ ഈ സ്പേസ് എല്ലാം കൃത്യമായിട്ട് യൂസ് ചെയ്തുകൊണ്ട് വേണം എനിക്ക് തിരിച്ചെടുക്കാനായിട്ട്. ഇവിടെ നിങ്ങൾ നോക്കുക, നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ സ്പേസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ്. ഇവിടുന്ന് എനിക്ക് വണ്ടി തിരിച്ച് ഏകദേശം അങ്ങോട്ടാണ്, ആ ഒരു സൈഡിലേക്കാണ് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഞാൻ വാഹനം, അതായത് ഈ ഒരു ഭാഗത്തേക്ക് തിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അങ്ങോട്ട് തിരിഞ്ഞിറങ്ങുന്ന സമയത്ത് നമ്മളുടെ വാഹനത്തിൻ്റെ ഈ ഒരു മുൻവശം ഈ ഒരു ഭാഗത്തേക്ക് ചേരും. അതായത് ഇങ്ങനെ വണ്ടി നേരെ ബാക്കിലേക്ക് വന്ന് ഇവിടെ വന്ന് നമ്മൾ തിരിക്കുമ്പോൾ കൃത്യമായിട്ടും ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മളുടെ വണ്ടിയുടെ ബാക്ക് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഇവിടെ ചേരും. അപ്പോൾ ഇവിടെ സ്പേസ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഇവിടെ ആവറേജ് ഒരു സ്പേസ് കിട്ടണം. അതിനുവേണ്ടി ഞാൻ ഈ വാഹനം നേരെ ബാക്കിലേക്ക് അങ്ങോട്ട് ഇറക്കിയതിന് ശേഷം വീണ്ടും ഏകദേശം നമ്മളുടെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് ഏകദേശം ആ ഒരു ഭാഗത്തേക്ക് ചേരുന്ന രീതിയിൽ കുറച്ചും കൂടെ വാഹനത്തെ ഇങ്ങോട്ട് മാറ്റും. അതായത് നേരെ ബാക്കിലേക്ക് ഇറങ്ങിയതിന് ശേഷം ഇങ്ങോട്ട് മാറ്റും. ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ തിരിച്ച് വാഹനത്തിൻ്റെ ബാക്ക് അങ്ങോട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിൽ തട്ടാതെ വാഹനം ഇറക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എവിടെയാണോ വാഹനം പാർക്ക് ചെയ്തേക്കുന്ന ആ ഒരു സ്പേസ് മനസ്സിലാക്കുക. ഇനി എങ്ങനെ വേഗത്തിൽ തിരിക്കാമെന്നുള്ളത് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഈ ഒരു സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും വേഗത്തിൽ നമുക്ക് വാഹനം തിരിക്കാനായിട്ട് കഴിയണം. ശ്രദ്ധ കൃത്യമായിട്ട് ഉണ്ടാകണം. കാരണം വാഹനം ബൈക്കിലേക്ക് എടുക്കുമ്പോൾ ഒരു സൈഡിലും തട്ടാനായിട്ട് പാടില്ല. അപ്പോൾ ഇതിനുവേണ്ടി നിങ്ങൾ പ്രധാനമായിട്ടും ഫുഡ് പെഡൽ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ വാഹനം എടുക്കുമ്പോൾ ക്ലച്ച് കൺട്രോൾ ചെയ്യുന്നത് നിങ്ങൾ കൃത്യമായിട്ട് വണ്ടി ഓഫ് ആകാതെ മുന്നോട്ട് എടുക്കുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിരിക്കണം. ഞാൻ ഓൾറെഡി ക്ലച്ച് കൺട്രോളിങ്ങിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ തൊട്ട് മേളിൽ കൊടുക്കാം. നിങ്ങൾ അതൊന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഐഡിയ കിട്ടും. ഓക്കെ, ഞാൻ ഇനി വണ്ടി നിങ്ങളെ ജസ്റ്റ് എടുത്ത് കാണിക്കാം. ഈ ഒരു സമയത്ത് ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത്, എൻ്റെ ലെഫ്റ്റ് മിറർ കൃത്യമായിട്ട് ഞാൻ നോക്കുന്നുണ്ട്. വണ്ടിയുടെ ബൈക്ക് കാണാവുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലെ മിറർ നോക്കുന്നുണ്ട്. സെൻറ്റർ മിററും കൃത്യമായിട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു വാഹനം ഈ ഒരു മതിലിനോട് ചേർന്നാണ് ഇപ്പോൾ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് വാഹനം ചേർക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഞാൻ റിവേഴ്സ് ഗിയർ എടുത്ത് വാഹനം ഇത് നേരെ ജസ്റ്റ് ബാക്കിലേക്ക് ഇറങ്ങുകയാണ്. റോഡിൻ്റെ ഈ സൈഡിൽ ഞാൻ വണ്ടി ഉണ്ടോ എന്ന് നോക്കുന്നു. നേരെ സ്റ്റിയറിംഗ് നേരെ ആക്കിയിട്ട് ബാക്കിലേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ പുറകിലായിട്ട് നമ്മുടെ ഒരു സൈലോ കിടപ്പുണ്ട്. ഞാനിതിപ്പോൾ ഇവിടെ വാഹനം നിർത്തി, നിങ്ങൾ നോക്കുക, ആ ഒരു ഭാഗത്ത് നമ്മുടെ സൈലോ കിടപ്പുണ്ട്. ഓക്കെ, വീണ്ടും ഞാനിതേ ഫസ്റ്റ് ഗിയർ കൃത്യമായിട്ടും കൊടുക്കുന്നു. ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് എൻ്റെ വണ്ടി കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കണം. നിങ്ങൾ നോക്കുക, എന്നാലും നമുക്ക് സ്പേസ് കിട്ടത്തുള്ളൂ. ഞാൻ അതുകൊണ്ട് സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് ഒടിച്ചു പിടിക്കുന്നു. ബ്രേക്ക് കാല് വെച്ചിട്ടുണ്ട്. ഹാഫ് ക്ലച്ച് കണ്ടുപിടിച്ചിട്ട് ചെറിയൊരു കയറ്റമുണ്ട്, സ്ലോപ്പാണ്. അതുകൊണ്ട് ഇതേ ചെറുതായിട്ട് ഹാഫ് ക്ലച്ച് വന്നിട്ട് ആക്സിലേഷൻ കൊടുത്തിട്ട് വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കുകയാണ്. നിങ്ങൾ നോക്കുക, അതിനുശേഷം സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുന്നു. നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഇവിടെ നമുക്ക് നല്ല രീതിയിലുള്ള സ്പേസ് ആയി. ഓക്കെ, അതിനുശേഷം ഞാനിത് വാഹനം
കയറ്റി നിർത്തുന്നു. ഇപ്പം നിങ്ങൾ നോക്കുക, ഏകദേശം വണ്ടി സ്ട്രെയിറ്റ് ആണ്. ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ട്. ഇനി എനിക്ക് വാഹനം ബാക്കിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ആണ് തിരിഞ്ഞിറങ്ങേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് തിരിച്ചിറങ്ങുന്ന സമയത്ത് എൻ്റെ വണ്ടി ഈ ഒരു മതിലെ തട്ടത്തില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങോട്ടാണോ നിങ്ങളുടെ വാഹനം തിരിയേണ്ടത് ആ ഒരു ഭാഗം നിങ്ങൾ കൃത്യമായിട്ടും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഞാനിത് റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു, സ്പേസ് ഞാൻ യൂസ് ചെയ്യുന്നു, ശേഷം സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, ലെഫ്റ്റ് സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ചെറിയൊരു സ്ലോപ്പാണ് താഴോട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ക്ലച്ച് ചവിട്ടിയിട്ടുണ്ട്. ബ്രേക്കിൽ നിന്ന് ജസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ വണ്ടി ബാക്കിലേക്ക് റോളാകും. നിങ്ങൾ നോക്കുക, വാഹനം ബാക്കിലേക്ക് റോളാകുന്നു. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിലുള്ള ആ മതിലയിലൊന്നും വാഹനം തട്ടുന്നില്ല. ഇതേ വണ്ടി കൃത്യമായിട്ടും ബാക്ക് സൈഡിലേക്ക് വരികയാണ്. നിങ്ങൾ നോക്കിക്കേ, ബാക്ക് സൈഡിലേക്ക് വരുന്നു. ഈ ഒരു ഭാഗത്തുള്ള സൈഡിലൊന്നും തട്ടിയില്ല, വാഹനം ബാക്കിലേക്ക് വന്നു. ഇനി ക്വിക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഗിയർ കൊടുക്കണം, സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുക, ക്ലച്ച് നയിച്ച് ആക്സിലേഷൻ കൊടുത്തതേ ഇങ്ങനെ എടുക്കുക. അപ്പോൾ നമുക്ക് ഏറ്റവും ക്വിക്കായിട്ട് തന്നെ ഒരു വാഹനം മുന്നോട്ടെടുത്ത് പോകാനായിട്ട് കഴിയുന്നതാണ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ വീണ്ടും വാഹനം അങ്ങോട്ട് കയറ്റിയിടാൻ പോവുകയാണ്. കാരണം നമ്മൾ ഒരു വാഹനം പാർക്ക് ചെയ്തിട്ട് വെളിയിലിറങ്ങുന്ന സന്ദർഭങ്ങളിൽ ഇത് വേഗത്തിൽ ചെയ്യണം. വേഗത്തിൽ ചെയ്തില്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന്, അതായത് റോഡിൽ നിന്ന് എപ്പോഴും തിരക്കുള്ള റോഡിലാണെങ്കിൽ വാഹനം വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് വളരെ വേഗത്തിൽ ചെയ്തില്ലെങ്കിൽ ഒരു ട്രാഫിക് ജാമും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ഡ്രൈവിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തത്. ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. ഇതിനുവേണ്ടി നിങ്ങൾ പ്രധാനമായിട്ടും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്ലച്ച് കൺട്രോളിംഗ് ആണ്. അതായത് നമ്മൾ വാഹനം മുന്നോട്ടെടുക്കുന്ന സമയത്ത് വണ്ടി ഓഫ് ആകാൻ പാടില്ല. വളരെ ക്വിക്കായിട്ട് നമ്മളിപ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം എടുക്കുന്ന സമയത്ത്, ഇപ്പോൾ എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലും ഉണ്ട്, നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ഗിയർ കൊടുക്കുന്നു. ഗിയർ കൊടുത്തതിന് ശേഷം ബ്രേക്ക് കാല് വെച്ചുകൊണ്ട് നമ്മൾ ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുന്നു, സ്ലോപ്പ് ആണെങ്കിൽ. ഇല്ലെങ്കിൽ നിങ്ങൾ ബ്രേക്ക് കാല് വെക്കേണ്ടതായിട്ടില്ല, ജസ്റ്റ് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക, ആക്സിലറേറ്റർ പെഡൽ ചെയ്ത് ഈ ഒരു രീതി വരിക. അതിനുശേഷം ഇത് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കുന്നതിനോടൊപ്പം ആക്സിലേഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ക്വിക്കായിട്ട് നിങ്ങൾക്ക് വാഹനം എടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഒരു വണ്ടി പെട്ടെന്ന് ചവിട്ടി നിർത്താനായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു വാഹനം എടുക്കുക. പിന്നെ സ്പേസ് കൃത്യമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്റ്റിയറിംഗ് എങ്ങോട്ട് തിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. ഫ്രണ്ട് ജഡ്ജ് ചെയ്യണം നമ്മൾ വാഹനം റിവേഴ്സ് എടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഇത്തരത്തിലുള്ള ഒരു സന്ദർഭങ്ങളിൽ വാഹനം എടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുന്നു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക.